ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിന്ന് നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കാനായിട്ട് 4 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം, അപ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പഴം ഞാനിപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പഴം ഇട്ടിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം എല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പഴമെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് കടിക്കാനുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിത് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ടും അടിച്ചെടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പഴം നന്നായി തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ശർക്കര ഉരുക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മധുരം എല്ലാം നന്നായി പഴത്തിൽ പിടിച്ച് വരും. ഇപ്പോൾ 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ശർക്കര നന്നായി പഴത്തിലെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ 2-ാം പാല് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും 2 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1-ാം പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗീയിൽ ഫ്രൈ ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് എല്ലാം ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.